ഞാൻ അവനെ തന്നെ വിവാഹം കഴിക്കും, ഒരു കുറ്റബോധവും ഇല്ലാതെ. ഇനി എനിക്കധികം സമയം കളയാനില്ല. ഇന്നത്തോടെ നീ തീരണം. ഇത്രയും പറഞ്ഞത് എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാ. എനിക്കൊരു തീരുമാനം എടുത്തേ പറ്റൂ. അതിന് നീ സംസാരിക്കണം. അതിനു വേണ്ടി കാത്തിരിക്കാൻ നിനക്ക് വേഗം സുഖം പ്രാപിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. നിക്ക്. നീ എന്തിനാ ഇവിടെ വന്ന്? അവിനാശിന് ദൂതുമായി വന്നതാണോ നീ? പറയടി, ആര് പറഞ്ഞിട്ടാ നീ സൂര്യ കാണാൻ വന്നത്? ഇല്ല ചേച്ചി, ഞാൻ തനിയെ വന്നതാ. എന്തിനാ? നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ വന്നേന്ന്? ക്ഷമ ചോദിക്കാൻ. അവിനാശ് പറഞ്ഞതല്ല സത്യമെങ്കിൽ ന്യായം അവളുടെ ഭാഗത്തല്ലേ? അപ്പോ തെറ്റ് ചെയ്തത് ഞാനല്ലേ? ഇവക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ. മിണ്ടാൻ പറ്റിയില്ലെങ്കിലും പറയുന്നത് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ അവളോട് പറഞ്ഞത്. ഇപ്പൊ മനസ്സിന്റെ പകുതി ഭാരം കുറഞ്ഞു. ഞാൻ പോട്ടെ ചേച്ചി. പ്രിയ ഇവളോട് എന്തായിരിക്കും പറഞ്ഞത്? അവിനാശിനെ സ്നേഹിക്കുന്നു എന്നായിരിക്കോ? അവനെ മറക്കണമെന്ന് കർശനമായി പറഞ്ഞിട്ട് പോലും പ്രിയ എന്തിനാ സൂര്യ കാണാൻ വന്നത്? അവളുടെ മനസ്സിന് എന്തോ മാറ്റമുണ്ട്. എനിക്കതറിയണം. അറിഞ്ഞേ പറ്റൂ. എന്തൊരു മണം! നിന്നെ ഈ വീട്ടിലെ ഫുഡിന്റെ മൊത്തം ചുമതല ഏൽപ്പിച്ചാലോന്നാ എന്റെ ആലോചന. നിനക്കിപ്പോ എന്ത് വേണേലും ചെയ്യാൻ പറ്റുമല്ലോ. അധികാരം നിന്റെ കയ്യിലല്ലേ? അധികാരമൊന്നും അല്ല, നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് എല്ലാത്തിനും കാരണം. ഇപ്പൊ നിങ്ങളൊക്കെ എന്നെ കുറിച്ച് നല്ലത് പറയുന്നില്ലേ? അതുപോലെ ഒരു ദിവസം DKയും പറയും ഈ ബേക്കറിക്കാരി ഗ്രേറ്റ് ആണെന്ന്. അതെ, തലേണ മന്ത്രത്തിലൂടെ DK കുപ്പിയിലാക്കാൻ നിനക്ക് പറ്റും. ഞാനത് നേരിട്ട് കണ്ടതല്ലേ. അതെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ ആ പ്ലേറ്റിംഗ് എടുത്തേ. നീ എത്ര നാളായി ഈ വീട്ടിൽ വന്നിട്ട്? ഇവിടെ എല്ലാവരും ഒരുമിച്ച ഭക്ഷണം കഴിക്കുന്നെന്ന് അറിയില്ല. DK വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യ. വിശപ്പിനും ഈ പ്രോട്ടോകോൾ ഒക്കെ നോക്കണോ താരെ? എനിക്ക് വിശക്കുന്നു. DK വരുമ്പോ ഇരിക്കട്ടെ. ആ പ്ലേറ്റിംഗ് എടുക്ക. DK വരുമ്പോ കഴിക്കും. DK വന്നില്ലേ? DK വന്നോട്ടെ, അതിനു മുമ്പ് വിശക്കുന്നവർക്ക് കഴിക്കാലോ. ആ DK വരാത്ത കാരണം ഈ താര എന്നെ കഴിക്കാൻ സമ്മതിക്കുന്നില്ലെന്നേ. ഓഹോ, എന്തൊരു മണം! ഓ, ഇന്ന് ഇടിയപ്പം ദോശയാണോ ഉണ്ടാക്കിയത്? താരേച്ചിയുടെ കുക്കിംഗ് നല്ലതാണെന്ന് DK ഒന്ന് പറഞ്ഞുപോയി. അതിനുശേഷം ഞങ്ങളെ കിച്ചണിലേക്ക് കേറ്റാതെ
താരേച്ചി തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. അതെ, ഇങ്ങനെ എന്നും ദോശ ഇടിയപ്പോ മാത്രം ഉണ്ടാക്കിയ പോരാ, എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ കൂടി ഉണ്ടാക്കണം. ഞാൻ നിന്റെ വേലക്കാരിയൊന്നല്ല. വേണമെങ്കിലും ഉണ്ടാക്കിയത് കഴിക്കാൻ നോക്ക്. മായച്ചി കേട്ടില്ലേ? വേണമെങ്കിൽ കഴിക്കാൻ. താരേച്ചിക്ക് നാണമില്ല എന്നോട് ഇങ്ങനെ പറയാൻ? അതെ, ഞാൻ ഈ വീട്ടിലെ തോട്ടക്കാരിയൊന്നുമല്ല, മരുമകളാ. അത് ഓർമ്മ വേണം. ഞാൻ എന്തിനാ അത് കോർക്കുന്നേ? നിന്റെ ഇഷ്ടം നോക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ദുബായ് പോകുന്നതിന്റെ അഹങ്കാരം എന്നോട് കാണിക്കണ്ട. ആ, ഞാൻ ദുബായി പോകുന്നതിന്റെ കുശുമ്പ താരേച്ചിക്ക്. വൃത്തിയായിട്ട് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല, എന്നിട്ട് അനാവശ്യ ഈഗോയും. എന്നാ വൃത്തിയുള്ളത് വെളിയിൽ പോയി കഴിക്കേ. എന്റെ ആഹാരത്തിനെ കുട്ടി പറഞ്ഞ ഞാൻ സഹിക്കില്ല, പറഞ്ഞേക്കാം. ചിത്രേ, വാട്ട് ഈസ് ദിസ് വഴക്ക്? യു സീറ്റ് ആൻഡ് ഈറ്റ് ഫുഡ്. ആവശ്യമില്ലാത്ത ശീലങ്ങൾ വേണ്ട, മനസ്സിലായോ? അമ്മ ആദ്യം അത് രണ്ടാമത്തെ മരുമകളെ പറഞ്ഞ് മനസ്സിലാക്ക്. അമ്മ, താരേച്ചിക്ക് ഞാൻ ദുബായി പോകുന്നതിന്റെ അസൂയ. എനിക്ക് താരേച്ചിയുടെ ഫുഡൊന്നും വേണ്ട. ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചോളാം. ചിത്ര, സ്റ്റോപ്പ്. ചിത്ര, പറഞ്ഞു കേൾക്ക്. എപ്പോ സംസാരിച്ചാലും ഇവളീ ദുബായി പറ്റി പറയുന്നത് എന്തിനാ? അഹങ്കാരം അല്ലാന്താ? ഇപ്പൊ തന്നെ ഫുഡ് ഉണ്ടാക്കി എന്റെ ഭാര്യ അപമാനിച്ചില്ലേ? ചിത്ര ദുബായി പോകുന്നതിന് താരക്ക് എന്താ ഇത്ര അസൂയ? അവളല്ലേ ആദ്യം ദുബായിയെ പറ്റി പറഞ്ഞത്. എന്റെ ഭാര്യയ്ക്ക് അസൂയോ? നീ അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞത് ഞാനല്ല, നിന്റെ ഭാര്യ. ചിത്രയോട് വേണമെങ്കിൽ കഴിക്കാൻ പറയാൻ നിനക്കെന്താ അത്ര അധികാരം? ഗോകുൽ, നീ മിണ്ടരുത്. ശ്രീ, സ്റ്റോപ്പ്. ഇനി ആരും ഒരു അക്ഷരം മിണ്ടി പോരുത്. മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ട് എഴുതിട്ട് പോകാൻ നോക്ക്. എല്ലാവർക്കും ഇപ്പൊ ഞാൻ മോശക്കാരി. ഞാൻ പോയേക്കാം. അമ്മേ, ഇതുവരെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആരുടെ ഭാഗത്താ തെറ്റെന്ന് അമ്മ തീരുമാനിക്ക്. ഗോകുലേ, ഗോകുൽ. ഈശ്വര, ഇവരെന്തിനിങ്ങനെ വഴക്കിട്ട് പോകുന്ന? ആഹാരത്തിനോട് ഒരു ബഹുമാനം കാണിക്കണ്ടേ? എന്നോട് ദേഷ്യപ്പെട്ടിട്ടാ അവൻ കഴിക്കാതെ പോയത്. എന്നാ പിന്നെ എനിക്കും വേണ്ട. ആയേ വന്നേ, ഒരു നേരം ആഹാരം കഴിച്ചില്ലെന്ന് വെച്ച് ആരും മരിച്ചൊന്നും പോകത്തില്ല. എടാ എടാ ശ്രീനി, ചേട്ടാ, എടാ മായേ, ഇതെന്തൊക്കെയാ കാണിക്കുന്നേ? ഇവരാരും കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല. അയാൻ ഗോയി. അല്ല പിന്നെ അമ്മേ, അമ്മ നിക്ക്. അമ്മ, അമ്മയും കഴിക്കാതെ പോയല്ലോ. പാവം, ഇവരുടെ വഴക്ക് കാരണം അമ്മയ്ക്ക് സങ്കടായി. ഞാനിനി ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? കഴിക്കണോ? വേണ്ട. അയ്യോ ഈശ്വര, വയറ് വല്ലാതെ നിലവിളിക്കുന്നുണ്ടല്ലോ. അതെ, മറ്റുള്ളവരൊക്കെ എവിടെ? മറ്റുള്ളവരൊക്കെ എവിടെ പോയെന്ന്? ഈ വീട്ടിൽ വേറെ ആരും ഭക്ഷണം കഴിക്കാൻ വന്നില്ലേ? അവരൊക്കെ എവിടെ പോയെന്ന്? എന്താ? അവരൊക്കെ വന്നു, പക്ഷെ അതുപോലെ തന്നെ ഇറങ്ങി പോവുകയും ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയോ? അതെ, ചിത്രക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാത്തോണ്ട് ചിത്ര കഴിക്കാതെ അങ്ങ് പോയി. അവളോട് വഴക്കിട്ട് താരയും പോയി. പിന്നെ അതിന് പിന്നാലെ ശ്രീരാമും ഗോകുലും കൂടി വഴക്കിട്ട് അങ്ങേണീറ്റ് പോയി. അതിന് വാലായിട്ട് മായയും പോയി. അപ്പൊ അമ്മയോ? അമ്മയുടെ കാര്യം ഓർത്തിട്ടാ എനിക്ക് സങ്കടം. അവരെല്ലാരും കഴിക്കാതെ പോയപ്പോ ഒന്നും കഴിക്കാതെ അമ്മയെ എണീറ്റ് പോയി. എല്ലാരും കഴിക്കാതെ പോയിട്ടും നീ മാത്രം ഇരുന്ന് കഴിക്കുന്നോ? പിന്നെ എല്ലാരും ഇരുന്നുണ്ടല്ലേ ഭക്ഷണം കഴിക്കുന്നേ?
കഴിക്ക് കഴിക്ക്, നല്ലതുപോലെ വയറ് നിറച്ച് കഴിക്ക്. ഈ വീട്ടിൽ ഇതുവരെ ആരും ഇങ്ങനെ ആഹാരം കഴിക്കാതെ പട്ടിണി കിടന്നിട്ടില്ല. ഇന്ന് നീ കാരണം അത് നടന്നു. ഹലോ ഹലോ, എന്താ പറഞ്ഞേ? ഞാൻ കാരണോ? അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ? എല്ലാവരും ഒരേ മനസ്സോടെ താമസിച്ച വീടായത്. ഒരു വാക്കുകൊണ്ട് പോലും ആരും പരസ്പരം വേദനിപ്പിച്ചിട്ടില്ല. നീ വന്ന് കേറിയതോടെ എല്ലാം താറുമാറായി. ഞാനോ? എന്തൊക്കെ നിങ്ങളീ പറയുന്നേ? അതെ, ഓരോരുത്തരുടെ മനസ്സിൽ നീ വെറുപ്പുണ്ടാക്കി. ഓരോരുത്തർക്കും അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് നീ ഈ കുടുംബത്തിന്റെ കെട്ടുറപ്പില്ലാതാക്കി. ഇപ്പൊ ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന ആഹാരം കഴിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരെ നീ ശത്രുക്കളാക്കി. ഓഹ്, ഇന്നുവരെ ഈ കുടുംബത്തിലുള്ളവർ ഒരുമിച്ചിരുന്നേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ് നിലനിൽക്കുന്നത് പരസ്പര സ്നേഹത്തിലാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹം ഉടലെടുക്കുന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നിമിഷങ്ങളിലാണ്. ആര് കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, എന്റെ വയറ് നിറഞ്ഞാ മതി എന്ന നിന്റെ ഈ മനസ്സുണ്ടല്ലോ, അത് നല്ല കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നല്ല. ഒറ്റയ്ക്കിരുന്ന് കഴിച്ചാ വയറ് നിറയില്ലെന്ന് നീ ചോദിക്കുമായിരിക്കും. വയറ് നിറയും, പക്ഷെ ഒരുമിച്ചിരുന്ന് കഴിച്ചാ വയറും നിറയും, മനസ്സും നിറയും. വയറ് മാത്രം നിറയുമ്പോഴല്ല, മനസ്സ് നിറയുമ്പോഴാ ഒരു കുടുംബത്തിൽ സ്നേഹവും സമാധാനവും ഉണ്ടാവുന്നത്. എന്റെ കുടുംബം നിന്റെ കുടുംബമാണെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കില്ലായിരുന്നു. എടീ, ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഊണുമേശയാണ് കുടുംബ സമാധാനത്തിന്റെ അടിസ്ഥാനം എന്നത് നീ മനസ്സിലാക്കിയില്ല. അയ്യോ, എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്റെ പ്രസംഗം എല്ലാം ഞാൻ കേട്ടു. എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. ഇതിലിപ്പൊ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? വയറ് വിശന്നപ്പോ ഇച്ചിരി ആഹാരം എടുത്ത് കഴിച്ചതോ? ഞാൻ കാരണമല്ല അവര് വഴക്കിട്ടതും കഴിക്കാതെ എങ്ങനെ ഇറങ്ങിപ്പോയതും. അത് അവരവരുടെ കാര്യത്തിന് വേണ്ടി മാത്രമാ. പിന്നെ ഞാൻ ഓരോരുത്തരെയും അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ അനുവദിച്ചത് അതവര് സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി തന്നെയാ. പിന്നെ സന്തോഷത്തിലാ നീ കാരണം. അവരിപ്പോ ഭയങ്കര സന്തോഷത്തിലാ. ഇപ്പൊ മുറിയിൽ ചെന്ന് നോക്കണം. വെളിയിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് വിശന്ന് കാത്തിരിക്കുക താരയും ഗോകുലും. വെളിയിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്നോ? അത് മാത്രമല്ല, ഇപ്പൊ പരസ്പരം നേർക്ക് നേരെ കാണുമ്പോ മുഖം തിരിച്ചു പോകുന്ന തരത്തില് ശത്രുതയിലുമായി. നീ കാരണോ അതെല്ലാം ഉണ്ടായത്. വായി തോന്നിയത് വെറുതെ പറയില്ലേ, പറഞ്ഞേക്കാം. എന്റെ പൊന്നു ഹിറ്റ്ലറെ, നിങ്ങളിത് വിശ്വസിക്കരുത് കേട്ടോ. ആ ചിത്രയാ ഈ വഴക്കിന് എല്ലാത്തിനും തുടക്കമിട്ടത്. DK നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും അധികാരവും തന്നു. ഈ വീടിന്റെ ഭരണം നിയന്ത്രിക്കാനുള്ള താക്കോലും തന്നു. പക്ഷേ ഈ ഊണുമേശയിൽ പോലും എല്ലാവരെയും നിയന്ത്രിക്കാനോ ഒരുമിച്ച് നിർത്താനോ നിനക്ക് കഴിഞ്ഞില്ല. ഇതുപോലും സാധിക്കാത്ത നീ ഈ വീടെങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും? DK, ഇങ്ങനെ പോയാൽ ഈ ഊണുമേശയിൽ നിന്ന് മാത്രമല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും അകന്നു പോവും. ഒരു ക്ഷേത്രം പോലെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച ഈ കുടുംബം ഇവള് കാരണം ചിതറിപ്പോകും. മക്കളും മരുമക്കളും വേറെ വേറെ കൂടുകളിലാവും. നിങ്ങൾ മാത്രം ഇവളോടൊപ്പം ഇവിടെ ഒറ്റയ്ക്കാവും. ഒരു യജമാനത്തി ഏത് ഗോപുരത്തിന് മുകളിൽ നിന്ന് കയറ്റി വെച്ചാലും അവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് വലിച്ചു താഴെയിടാൻ ഈ മായയ്ക്കറിയാം.
നിന്നെ ഈ വീടിന്റെ താക്കോൽ ഏൽപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് DK ഇപ്പൊ നേരിട്ട് മനസ്സിലാക്കി കാണും. ഈ വീടിന്റെ താക്കോലിന്റെ ഭാരം നിനക്ക് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറമാണ്. ഈ വീടിന്റെ അഭിമാനവും ഉത്തരവാദിത്വവും ഇവിടെയുള്ളവരുടെ ഈഗോയും എല്ലാം ചേർന്നതാണ് ആ താക്കോൽ. അത് താങ്ങാൻ നിനക്ക് കഴിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ നിന്നെ കൊണ്ട് ഈ വീടിന്റെ ഉത്തരവാദിത്വം ചുമക്കാൻ പറ്റില്ലെന്ന് DKയ്ക്ക് മുന്നിൽ ഈ മായ തെളിയിച്ചു. എന്റെ പ്ലാനിംഗ് അല്പം പോലും തെറ്റിയില്ല. അധികം താമസിയാതെ നിന്നെ ഞാൻ ഈ അമരാവതിയിൽ നിന്ന് പുറത്താക്കും. കാത്തിരുന്നോ നീ. ആ ചിത്രം ഒറ്റ ഒരുത്തിയാ ഇതെല്ലാം ഉണ്ടാക്കിയത്. അതിന് ഞാൻ എന്ത് പിഴച്ചു? നല്ല കൂത്തായി പോയി. അതിനിടയിൽ അവളുടെ ഒരു വെല്ലുവിളിയും. ഒരു മഹാറാണി മരിക്കാൻ തീരുമാനിച്ചവളെയാ ആത്മഹത്യയെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കുന്നു. കഷ്ട. താരെ, നീ എന്താ ഈ കാണിക്കുന്നത്? ഇതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ദേ ഗോകുൽ, എന്നെ തടയരുത്. എനിക്ക് പോയേ പറ്റൂ. ഈ വീട്ടിൽ ജീവിക്കാൻ ഇനി എനിക്ക് വയ്യ. ഞാൻ പറയുന്നൊന്ന് കേക്ക് താരെ. കേൾക്കാം. എല്ലാവരും പറയുന്ന കേക്കാം. കളിമണ്ണല്ല എന്റെ തലയില്. നിങ്ങൾ പറയുന്നത്, അമ്മ പറയുന്നത്, ചിത്ര പറയുന്നത്, മായേച്ചി പറയുന്നത് എല്ലാം കേൾക്കാം. ഇനി ഇതൊന്നും പോരാതെ ഈ വീടിന്റെ യജമാനത്തിയായിരിക്കുന്ന ജ്യോതി പറയുന്നതും കേൾക്കാം. അങ്ങനെ കാലാകാലം എല്ലാവരും പറയുന്നത് കേട്ട് അടിമയെ പോലെ ജീവിച്ചോളാം ഞാൻ. എന്താ മതിയോ? അതല്ല ഞാൻ പറഞ്ഞത്. ഏതല്ല? ഞാൻ പറഞ്ഞതിന് ഏതിനെങ്കിലും നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടോ? തരേ, നീ എന്താ ഈ കാണിക്കുന്നേ? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ മായച്ചി. ദുബായിക്ക് പോകുന്നത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു. അത് നഷ്ടപ്പെട്ടതില് ഗോകുലിന് ഒരു ദുഃഖവുമില്ല. തരേ, നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് മാത്രമാണ്. നമ്മുടെ ഭർത്താക്കന്മാരെ നമുക്ക് മുന്നിൽ വീരശൂര പരാക്രമികളാ. എന്നല്ല DKയുടെ മുന്നിൽ ചെന്ന് പഞ്ചപുച്ഛടക്കി കൈയും കെട്ടി നിൽക്കും. നീ വിചാരിക്കുന്ന പോലെ അല്ല താരെ കാര്യങ്ങള്. ഇത്രയും നാളും DKയോട് സംസാരിക്കാതിരുന്നത് ഭയന്നിട്ടൊന്നുമല്ല. ഇതുവരെ ഈ വീട്ടിൽ നിങ്ങൾ സന്തോഷവതികളായിരുന്നില്ലേ? അപ്പൊ പിന്നെ DKയോട് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ഇപ്പോഴും DKയുടെ മുന്നിൽ ചെന്ന് സംസാരിക്കാൻ തക്ക ഒരു വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വിഷയവും ഇല്ലേ? നോക്ക് മായച്ചി, ഇവർക്ക് നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഒരു പ്രശ്നമല്ല. DKയോട് സംസാരിക്കാൻ വിഷയമില്ലെന്ന്. കഷ്ടം തന്നെ. കാര്യമുണ്ട് ഗോകുൽ. ഇതുവരെ നിങ്ങൾക്ക് സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പോ സംസാരിക്കാൻ ഒരു വിഷയമുണ്ട്. ജ്യോതി, അവളാണ് നമ്മുടെ വിഷയം. നമ്മളെ തമ്മിലടിപ്പിച്ച് പുറത്താക്കാൻ ശ്രമിക്കുകയാണ് ജ്യോതി. അമരാവതിയിലെ മക്കളും മരുമക്കളും തമ്മിലടിച്ച് പിരിയാൻ തീരുമാനിക്കുന്നത് ആര് കാരണമാണ്? അവൾ, ആ ജ്യോതി കാരണം. അവളെ നിലയ്ക്ക് നിർത്തിയേ പറ്റൂ ശ്രീയേട്ട. അവളെ ഇങ്ങനെ വിട്ടാൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. DKയോട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ചാൻസ് ആണിത്. നിങ്ങൾ സംസാരിച്ചേ പറ്റൂ. ഇനിയും നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് താര മാത്രം ആയിരിക്കില്ല പോകുന്നത്. അവളുടെ കൂടെ ഞാനും ഉണ്ടാവും. എന്താ, ഇനിയും നിങ്ങൾക്ക് മടിയാണോ സംസാരിക്കാൻ? സംസാരിക്കാം. DKയോട് ഞങ്ങൾ സംസാരിക്കാം.
ഭഗവാനെ കൃഷ്ണ, ഈ വീട്ടിലെ മൂത്ത മരുമകളായി വന്നവളാണ് ഞാൻ. വന്ന അന്നു മുതൽ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കിയത്. പിന്നെയും 2 മരുമക്കൾ കൂടി വന്നു. എന്നാലും ആർക്കും ഒരു കുറവും വരാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് ഞാൻ സ്നേഹിച്ചു.